ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം 65 സങ്കീർത്തനം 4 വാക്യം ഒന്ന് വായിക്കട്ടെ. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. സങ്കീർത്തനക്കാരനായ ദാവീദ് യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ, അതിനുള്ള യോഗ്യത എങ്ങനെ നേടുന്നു എന്നുള്ള കാര്യങ്ങളെയാണ് ഈ സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഇവിടെ നമ്മോട് അറിയിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പ്രാകാരങ്ങളിലേക്ക് കർത്താവ് തന്നെ തൻ്റെ ജനത്തെ വിളിച്ച് അടുപ്പിച്ച് അതിൽ ചേർക്കുന്നൊരനുഭവം. പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് കർത്താവ് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നു. വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നീ അടുപ്പിക്കാതെ ആർക്ക് നിൻ്റെ അടുക്കലേക്ക് വരുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടും ഓരോ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വസ്ഥത അനുഭവിക്കുക. അവൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് കോരഹപുത്രന്മാർ 84 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. അവൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ടെന്ന് ദാവീദ് വീണ്ടും 16 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ ലോകത്തിൻ്റെ ചില താൽക്കാലികമായ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി മുൻപോട്ട് പോകുവാനല്ല, നിത്യസന്തോഷം, നിത്യകാലം നിലനിൽക്കുന്ന ദൈവികമായ നിത്യമായ ആ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ താൽക്കാലിക ജീവിതത്തിൽ കഴിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിത്യകാലം കർത്താവിനോടൊപ്പം നിത്യ സന്തോഷത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാനുള്ള ആ ഒരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിനായിട്ട് ഓരോ വ്യക്തികളെയും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ എന്നാണ് ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, ആ വിളി കേട്ട് ആ തിരഞ്ഞെടുപ്പിനെ അംഗീകരിച്ചുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തിട്ടുള്ള ആ പദവിയിലേക്ക് നാം കടന്നു വന്ന്, കർത്താവെ നിൻ്റെ വിളിക്ക് ഞാൻ കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ ആ ഭാഗ്യാവസ്ഥ നമുക്ക് അനുഭവമായി തീരുവാൻ ഇടയാകും. അതുപോലെ തന്നെ ആ വിശുദ്ധ മന്ദിരമായ ആലയത്തിലെ നന്മ കൊണ്ട് നമ്മൾ തൃപ്തരാക്കും. ഈ ലോകത്തുള്ള ഒന്നിനും നമുക്ക് തൃപ്തി തരുവാൻ, നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ കൊടുക്കുന്ന ജീവജലത്തിൽ നിന്ന് കുടിക്കുവിൻ, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ജീവനീരുറവയായി തീരുമെന്ന് ആ ശമര്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു. അവൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിറകെ ഓടി അലയുന്നവളായി, അവളുടെ ജീവിതത്തിൽ അവൾ ദാഹത്താൽ പരവശയായി തീർന്ന് നട്ടുച്ച നേരത്ത് ആ സുഖാറിലെ കിണറിൻ്റെ കരയിലേക്ക് വെള്ളം കോരുവാനായി കടന്നു വന്നവളാണ്. എന്നാൽ കർത്താവ് അവളോട് ഇടപെട്ടു. അവളുടെ ആ ഉള്ള അവസ്ഥയെ കർത്താവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവൾ ആ നീരുറവയിൽ നിന്ന് അല്പമൊന്ന് കുടിച്ചു. അവളുടെ ഉള്ളിൽ നിന്നൊരു നദി പൊട്ടിയൊഴുകി ആ പട്ടണത്തിലെ മുഴുവൻ ജനങ്ങളെയും ആകർഷിക്കത്തക്കവണ്ണം അവൾ ആ പട്ടണത്തിലേക്ക് ഓടി ഈ സുവിശേഷം അവരോടെല്ലാം പങ്കുവച്ചു. ഈ ഓഹരിക്കായിട്ടാണ് കർത്താവ് നമ്മെയും വിളിച്ചിരിക്കുന്നത്. അവൻ്റെ മന്ദിരത്തിലെ നന്മ കൊണ്ട് നമ്മൾ തൃപ്തരായി, നാം തൃപ്തരാകുക മാത്രമല്ല, നമ്മെ തൃപ്തിപ്പെടുത്തിയതിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനക്കാരൻ്റെ ഈ വിളിക്ക്, ഈ ആഹ്വാനത്തിന് നാം ചെവി കൊടുക്കുമോ? തുടർന്നുള്ള വാക്യങ്ങളിൽ ഈ കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഭൂമിയിൽ ആകാശത്തിൽ എല്ലാം കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികൾ, ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നവനായ കർത്താവ്, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നവനായ കർത്താവിനെ നാം കാണുന്നു. അതിലെ കട്ടകൾ ഉടച്ചു നിരത്തി അതിനെ വെള്ളം കൊണ്ട് തൃപ്തിപ്പെടുത്തി
ഫലവത്താകുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന കർത്താവ്. ഈ കർത്താവിൻ്റെ ശബ്ദത്തിന് മുൻപാകെ ഇന്ന് പകലിൽ നമുക്ക് ചെവി കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിളി അംഗീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരവും ഒരു പ്രേരണയും നൽകി സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.